ചാക്കോച്ചൻ പുള്ളിയുടെ വേറൊരു ലീഗിലോട്ട് കടക്കുകയാണ്. ഇതിന് മുമ്പ് വെറൈറ്റി ചെയ്തിട്ടുണ്ട്, മറ്റൊരു ലീഗിലോട്ട് കടക്കുന്നുണ്ട്. എങ്ങനെയായി, ബലം പിടുത്തമായോ, നമ്മുടെ സലാം കാശ്മീരിൽ ജയറാമേട്ടനെ പോലെ ആയോ എന്ന് നോക്കാം. അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഡയറക്റ്റഡ് ബൈ ജിത്തു അഷ്റഫാണ്. റൈറ്റിംഗ് നമുക്കറിയാം ഷാഹി കബീറാണ്. ജെക്സ് ബിജോയുടെ മ്യൂസിക്, കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, വിശാഖ് നായർ തുടങ്ങി അത്യാവശ്യം നല്ല താരനിരയുണ്ട് സിനിമയിൽ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതൊരു വളരെ ഗ്രിപ്പിംഗ് ആയ, ആദ്യാവസാനം നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന, പെർഫോമൻസ് കൊണ്ട് ഞെട്ടിപ്പിക്കുന്ന, റൈറ്റിംഗ് കൊണ്ടും നമ്മളെ ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇതിൻ്റെ കഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഹരിശങ്കർ DYSP ആയിട്ടുള്ള ഒരാൾ ഡീപ്രൊമോട്ടായി CA ആയിട്ട് വരികയാണ്. ആ ഫസ്റ്റ് സീൻ തന്നെ വളരെയധികം കയ്യടി നേടിയ ഒരു സീനായിരുന്നു തിയേറ്ററിൽ. കാരണം ഇൻട്രൊഡക്ഷൻ പുള്ളിയുടെ, എനിക്ക് തോന്നുന്നു ചാക്കോച്ചൻ ഇത്രയും നല്ലൊരു ഇൻട്രൊഡക്ഷൻ, ഒരു മാസ് അപ്പീലായിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഗംഭീര വരവുണ്ട്, ഇങ്ങനെ ഒരു ഇടി ഏറ്റ പോലെ ഒരു പോലീസ് ജീപ്പിൽ നിന്ന് ഒരു വരവുണ്ട്. പുള്ളിയുടെ ലുക്കായാലും ആ ഒരു നോട്ടവും ഭാവവും അല്ല, പുള്ളി നല്ല രീതിയിൽ അത് പെർഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ആ ഹരിശങ്കർ എന്നുള്ള ഒരു ക്യാരക്ടർ വളരെ ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള ചെറിയൊരു, നമുക്ക് തന്നെ തോന്നും ഇവൻ ഭയങ്കര ഒരു പുള്ളി അത്യാവശ്യം പക്ഷെ ഭയങ്കര ബ്രില്യൻ്റ് ആണ്, പക്ഷെ ആരെയും വകവയ്ക്കാതെ കൂസിലില്ലാത്ത ഒരു ക്യാരക്ടറാണ്. അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു 5 മിനിറ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ സിനിമയുടെ തുടക്കത്തിലൊരു ചെയിൻ കേസുമായി ബന്ധപ്പെട്ട് പുള്ളി അന്വേഷണം തുടങ്ങുകയാണ്. ഒരു ഭയങ്കര സ്പീഡി ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് ആദ്യത്തെ കുറച്ച് സമയം. ആ ചെയിൻ അന്വേഷിക്കുന്നു, അതിൻ്റെ കാര്യങ്ങൾ പോയിട്ട് വരുന്നു. പിന്നീട് ആ കേസ് എങ്ങനെ പുള്ളിയുടെ പാസ്റ്റിലോട്ടും മറ്റൊരു വലിയൊരു കേസിലോട്ടും ലിങ്ക്ഡ് ആകുന്നു എന്നാണ് നമുക്ക് ആദ്യത്തെ കാഴ്ച കാണുന്നത്. അതിനുശേഷം പുള്ളിയുടെ ഇമോഷണൽ സൈഡും പുള്ളിയുടെ ഒരു മെൻ്റലി ചെറിയ പ്രശ്നങ്ങളുള്ളതൊക്കെ കാണിച്ചുകൊണ്ട് സിനിമ ആ സ്പീഡിൽ നിന്ന് കുറച്ചൊന്ന് ഡൗൺ ആവുന്നുണ്ടെങ്കിലും ഇൻ്റർവെല്ലിനോട് അടുക്കുമ്പോൾ സിനിമ വീണ്ടും നല്ല രീതിയിൽ തന്നെ അപ്പാവുന്നുണ്ട്. വളരെ നല്ല ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് ആയിരുന്നു ശരിക്കും. അപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി കൊണ്ടുപോകുന്നു. അതിനെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു, അതിൻ്റെ ഫ്ലാഷ് ബാക്കിന് മേലെ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറയുന്ന പോലെ അങ്ങനെ കാണിക്കുന്നു. എല്ലാം വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അതിനൊപ്പം തന്നെ സിനിമയെ വളരെ രീതിയിൽ ലിഫ്റ്റ് ചെയ്യിക്കുന്ന ജെക്സ് ബിജോയിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. ഒപ്പം കരിയറിലെ തന്നെ കംപ്ലീറ്റ്ലി എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചാക്കോച്ചൻ ഇതിലാണ് കാണാൻ സാധിക്കുക. കുറേ സിനിമകൾ നമുക്കറിയാം ചാക്കോച്ചൻ്റെ ഒരു ഷെയ്ഡൊന്നും ഇല്ലാത്ത കുറേ ക്യാരക്ടേഴ്സ് നമ്മളുണ്ട്. അതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായിട്ടാണ് ഈ സിനിമയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാവവും ഇമോഷണൽ സൈഡും പുള്ളിയുടെ ആ ഫ്രസ്ട്രേഷനൊക്കെ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ചാക്കോച്ചൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. എനിക്ക് നല്ല രീതിയിൽ തന്നെ ആ ഫൈറ്റ് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് തോന്നി. ആ ഒരു ഷോർട്സ് ഒക്കെ നന്നായിരുന്നു. എസ്പെഷ്യലി എഡിറ്റർ ചമൻ ചാക്കോ, പുള്ളിയുടെ പേര് ഇപ്പോൾ കുറേ ആയിട്ട് എല്ലാ സിനിമകളിലും നല്ല രീതിയിൽ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ചെയിൻ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് തൻ്റെ പാസ്റ്റിലോട്ടും മറ്റൊരു കേസിലോട്ടും ലിങ്ക്ഡ് ആകുന്നു. പിന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഒരു യൂഷ്വൽ റിവെഞ്ച് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം. പിന്നീട് അതിനോട്ട് ഒരു ഫ്ലാഷ് ബാക്ക് എന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ റൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗംഭീര സ്ക്രിപ്റ്റിംഗ് ആണ് ഈ സിനിമയിൽ എടുത്തു കാണിക്കുന്ന ഒരു സംഭവം. വില്ലൻ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വിശാഖ് നായർ ഉൾപ്പെടെ ബാക്കി എല്ലാവരും പുതിയ ആളുകളാണ്. എനിക്ക് പേര് റംസാൻ ഉണ്ടായില്, ബാക്കിയുള്ളതിൻ്റെ പേര് എനിക്ക് കറക്റ്റായി അറിയില്ല. അവരൊക്കെ ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ തോന്നും പുള്ളി പറയുന്ന പോലെ അഴുക്ക ചെറുക്കൻ എന്ന് പറയുന്ന പോലെ അഴുക്ക ചെറുക്കന്മാരും എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള നല്ല പെർഫോമൻസ് ആയിരുന്നു വില്ലന്മാരുടെ സൈഡിൽ നിന്ന്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വില്ലൻ സൈഡായിരുന്നു. പിന്നീട് എനിക്ക് ഈ സിനിമയുടെ കുറവായിട്ട് ഇങ്ങനെ പ്രത്യക്ഷത്തിലൊന്നും തോന്നുന്നില്ലെങ്കിൽ പോലും അവസാനത്തോട് അടുക്കുമ്പോൾ ആ ഒരു ഹോസ്പിറ്റൽ ഫൈറ്റ് സീന് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളും പിന്നീട് നമ്മളിത് കഴിഞ്ഞു എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമുണ്ട്. അതിന് ശേഷം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും, ഗംഭീരമായിരുന്നു. അപ്പോൾ സോറി, ഇതൊരു സ്പോയിലറായിരിക്കും, ചിലപ്പോൾ കാണുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ പിന്നീട് അതായത് എനിക്കൊരു കുറവായി തോന്നിയ ഒരു സംഭവം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പോയിലറായിരിക്കും. അതുകൊണ്ട് ഞാനത് കൂടുതലായി പറയുന്നത് നിങ്ങൾ കണ്ട് തന്നെ ഈ സിനിമ എന്നെ ഇതാക്കി. എനിക്ക് തോന്നുന്നു വർത്ത് വാച്ചാണ് ഈ സിനിമ. നല്ല രീതിയിൽ പുള്ളിയുടെ ഒരു ചാക്കോച്ചനെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ല. പുള്ളി കട്ടക്കലിപ്പാണ്. അത് നമുക്ക് ബലം പിടിച്ചതായിട്ടൊന്നും തോന്നില്ല. പുള്ളി നല്ല ആ ക്യാരക്ടറായിട്ട് തന്നെ, ഹരിശങ്കർ എന്നുള്ള ക്യാരക്ടറായിട്ട് പുള്ളി ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ലാസ്റ്റ് ഫൈറ്റ് സീക്വൻസ് ഒക്കെ നന്നായിരുന്നു, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് പുള്ളിയുടെ. എനിക്ക് തോന്നുന്നു പുള്ളിൻ്റെ ഒരു ചാക്കോച്ചന് ഫൈറ്റ് സീക്വൻസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ കുറവുകൾ നമുക്ക് മറ്റ് സിനിമകൾ കാണിക്കുന്ന ആ കുറവുകൾ കറക്റ്റായിട്ട് അതിനെ നമുക്ക് കാണുന്ന രീതിയിൽ ആകാതെ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ. അപ്പോൾ നല്ല ഒരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള
ആദ്യ അവസാനം ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.